കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കേരളത്തിൽ തങ്ങുന്നതായി സൂചന ലഭിക്കുന്നു. അങ്കമാലി, പെരുമ്പാവൂർ മേഖലകളിൽ ബംഗ്ലാദേശികൾ അനധികൃതമായി തങ്ങുന്നതായാണ് വ്യാഴാഴ്ച ബംഗ്ലാദേശി യുവതി തസ്ലീമയ്ക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത ബീഹാർ സ്വദേശി ശക്തികുമാറിന്റെ മൊഴി. അറസ്റ്റിലായ ശക്തികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. സുധീഷ് ഗോപാൽ ചേർന്ന വിവരങ്ങളുമായി. സുധീഷ്, ഈ സംശയം വളരെ മുമ്പേ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ ബംഗാളികൾ എന്ന് പരിചയപ്പെടുത്തുന്നവരിൽ ബംഗ്ലാദേശികൾ ഒരുപാടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു പൊതു പേരായി ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരുണ്ട് എന്ന സംശയം വളരെ മുന്നേ തന്നെ പ്രാദേശവാസികളുമൊക്കെ ഉയർത്തിയതാണ്. ഇപ്പോൾ പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ തെളിവുകൾ തന്നെ ലഭിക്കുന്നുണ്ടല്ലേ? വീണ, അങ്ങനെ തന്നെയാണ്. ഏതാനും മാസം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ബംഗ്ലാദേശിയായ ഒരാൾ വിദേശത്തേക്ക്, അതായത് ഗൾഫ് രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കള്ള പാസ്പോർട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് പിടികൂടിയിരുന്നു. അന്ന് തന്നെ വ്യക്തമായതാണ് ഇത്തരത്തിൽ കേരളത്തിൽ വന്നത്. ആദ്യം കൽക്കട്ടയിലെത്തുക, പിന്നീട് ബാംഗ്ലൂരോ മറ്റോ എത്തി അവസാനമായി കേരളത്തിൽ തമ്പടിച്ച ശേഷം ഇവിടെ നിന്നും മറ്റ് ഏതെങ്കിലും സംസ്ഥാനക്കാരനെന്ന വ്യാജേന വിദേശത്തേക്ക് കടക്കുക. അത്തരത്തിൽ ലക്ഷ്യം വെച്ച് കേരളത്തിലെത്തുന്ന നിരവധി ബംഗ്ലാദേശികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ സമാനമായ സംഭവമാണ് ഇപ്പോൾ ശക്തികുമാറിൻ്റെ മൊഴിയിലൂടെ വ്യക്തമാകുന്നത്. ശക്തികുമാറിൻ്റെ മൊഴിയിൽ പറയുന്നത് ഇത്തരത്തിൽ തന്നെ നിരവധി ബംഗ്ലാദേശികൾ കൽക്കത്തയിലെത്തുകയും അവിടെ നിന്നും വ്യാജ പാസ്പോർട്ടും മറ്റ് തിരിച്ചറിയൽ രേഖകളുമെല്ലാം സംഘടിപ്പിച്ച ശേഷം കേരളത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ താമസിച്ച ശേഷം ഇവിടെ നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് പോവുക, ഇല്ലെങ്കിൽ കൃത്യമായും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇവർ പ്രാവർത്തികമാക്കുന്നത്. ആ രീതിയിൽ നിരവധി പേർ കേരളത്തിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ തസ്ലീമയായാലും ശക്തികുമാറിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളത്തിൽ നിരവധി ബംഗ്ലാദേശികൾ തമ്പടിച്ചിരിക്കുന്നു എന്നതാണ് ഇതുവരെയും നമുക്ക് ലഭ്യമാകുന്ന വിവരവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവതരമായി തന്നെയാണ് ഈ കേസിനെ പോലീസ് കാണുന്നത്. പോലീസിനോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ വിഷയം കൈകാര്യം ചെയ്യും എന്നതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി സുധീഷ്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായേക്കും. പക്ഷേ എത്രത്തോളം അവിടെ ഇവർ ഈ തിങ്ങിപ്പാർക്കിൽ നിന്ന് എടുത്തു പോയി പരിശോധനകൾ നടത്തി ഇതൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നറിയില്ല. കാരണം ഈ വ്യാജമായി തിരിച്ചറിയൽ കാർഡുകൾ ഇവരുടെ കയ്യിൽ കൃത്യമായി ഉണ്ട്. അത് വ്യാപകമായി അവിടെ പ്രചരിക്കപ്പെടുന്നുണ്ട്. ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് തന്നെ അവർക്ക് സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം.